നെടുങ്കണ്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഉടുമ്പൻചോല താലൂക്ക് വ്യാപാരി തൊഴിലാളി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. ധനീഷ് കുമാർ പ്രസിഡന്റായ പുതിയ ഭരണസമിതി ചുമതലയേറ്റതോടെയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത്. 27 വർഷക്കാലം പ്രവർത്തിച്ചിരുന്ന സൊസൈറ്റിയുടെ പ്രവർത്തനം കോവിഡ് കാലത്ത് നിലച്ചിരുന്നു. 27 വർഷക്കാലം നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നതാണ് ഉടുമ്പൻചോല താലൂക്ക് വ്യാപാരി തൊഴിലാളി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. എന്നാൽ പ്രളയവും കോവിഡും മൂലം വ്യാപാരം പ്രതിസന്ധിയിലായതോടെ സൊസൈറ്റിയുടെ പ്രവർത്തനവും നിശ്ചലമാവുകയായിരുന്നു. ഈ ഫെബ്രുവരിയിൽ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ധനേഷ് കുമാർ പ്രസിഡന്റായ പുതിയ ഭരണസമിതി ചുമതലയേറ്റതോടെയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത്. വ്യാപാരികളുടെയും വ്യാപാര മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും ഉന്നമനത്തിനായി 1998 ഏകദേശം 27 വർഷം മുമ്പ് രൂപം കൊണ്ട ഒരു സൊസൈറ്റിയാണ് ഉടുമ്പൻചോല താലൂക്ക് വ്യാപാരശാല കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആദ്യകാലങ്ങളിൽ നല്ല നിലയിൽ പ്രവർത്തനം നടത്തിയെങ്കിലും കോവിഡ് പ്രളയം അതുപോലുള്ള കടുത്ത പ്രശ്നങ്ങൾ വന്നപ്പോൾ വ്യാപാരികൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലേക്ക് എത്തിയ സമയത്ത് ബാങ്കിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായി പോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുണ്ട്. പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി സൊസൈറ്റിയിലേക്കുള്ള അംഗത്വ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാപാര മേഖലയും വ്യാപാര തൊഴിൽ മേഖലയും പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികളാണ് സൊസൈറ്റി നടപ്പിലാക്കുന്നത്. ഒപ്പം ചെറുകിട വനിതാ സംരംഭങ്ങൾ, വ്യവസായ യൂണിറ്റുകൾ എന്നിവയ്ക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങളും വിവിധ ധനകാര്യ സേവനങ്ങളും സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നൽകുമെന്നും പ്രസിഡന്റ് ധനേഷ് കുമാർ, ഓണററി സെക്രട്ടറി AS ഷമീൽ, ബോർഡ് അംഗങ്ങളായ EM നിഷാൻ, നിഖിൽ, സിജു, ഷാജി കുറ്റിക്കാട്ട് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.